ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 28-ന് ഗവർണർ സന്തോഷ് കുമാർ ഗംഗ്വാറിനെ ഇന്ന് കണ്ട ഹേമന്ത് സോറൻ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. നിലവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഹേമന്തിനോട് സത്യപ്രതിജ്ഞ വരെ താൽക്കാലിക ചുമതലയിൽ തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച റാഞ്ചിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ മഹാരാഷ്ട്രയിൽ ജയിച്ച മഹായുതിക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നത് സങ്കീർണമായ ദൌത്യമായിരിക്കുകയാണ്. ബിജെപി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസും നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അഗർ ദില്ലി മേ നരേന്ദർ, മുംബൈ മേ ദേവേന്ദർ. ഒരു പതിറ്റാണ്ട് മുമ്പ് ബിജെപി ഉയർത്തിയ മുദ്രാവാക്യം. ഡൽഹിയിൽ സർക്കാർ നരേന്ദ്രമോദി നയിച്ചാൽ മുംബൈയിൽ അത് ദേവേന്ദ്ര ഫഡ്നവീസ് നയിക്കും. മഹാരാഷ്ട്രയിൽ മഹായുതി 235 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണം തുടരുമ്പോൾ മുഖ്യമന്ത്രി കസേരയുടെ യഥാർത്ഥ അവകാശി ദേവേന്ദ്ര ഫഡ്നവീസ് തന്നെ. സ്മാർട്ട് പോൾ മാനേജ്മെന്റിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഫഡ്നവീസ് ദൃഢനിശ്ചയത്തോടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആസൂത്രണം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ നിന്ന് തിരിച്ചുവരാനുള്ള പോരിനെ ധർമ്മയുദ്ധം എന്ന് വിശേഷിപ്പിച്ച് മുന്നിൽ നിന്ന് നയിച്ചു. 132 മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും മുഖമായിരുന്നു ഈ നാഗ്പൂർകാരൻ. എന്നാൽ എപ്പോഴും രാഷ്ട്രീയ സ്ഥാനം കേവലം സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തിയാകില്ല. മന്ത്രിസഭയിൽ തൽസ്ഥിതി നിലനിൽക്കണമെന്നാണ് ഏക്നാഥ് ഷിൻഡെ ക്യാമ്പ് ആവശ്യപ്പെടുന്നത്. ഏക്നാഥ് ഷിൻഡെ സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് മുന്നണി